ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു, പകലൊക്കെ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പകലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കാണ് കേട്ടോ, ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ നമ്മുടെ ഉമ്മറൊക്കെ അടിച്ച് വാരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോഴേക്കും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്ന് 4:30 ആകുമ്പോഴേക്കും കേട്ടോ, 4:45 എനിക്ക് തോന്നുന്നത്. 2 ദിവസം മുന്നത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. മുറ്റം ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മുറ്റൊക്കെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് സുഖമാണ്. അല്ലെങ്കിൽ മഴയത്തൊന്നും ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രയും എന്താ പറയുക, ചപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് അടിക്കാൻ വേണ്ടി പാടാവും. ഇപ്പം തന്നെ കണ്ട പുല്ലും കാര്യങ്ങളൊക്കെ മുളച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടിച്ചു വരാലൊരു വൃത്തി തോന്നില്ല. ഇനിയിപ്പോൾ അതൊക്കെ പറിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നേരവും കാലമൊക്കെ കിട്ടണം കേട്ടോ. എന്തായാലും വേണ്ടില്ല, 2 ദിവസത്തെ വെയിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് നല്ലോണം അടിച്ച് വാരിയിട്ടപ്പോൾ ഒരു വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. മഴ അല്ലെങ്കിൽ തന്നെ മുറ്റൊക്കെ അടിച്ച് വാരിയിട്ട വൃത്തിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അടിച്ചാലും ഇല്ലെങ്കിലും ഒരേപോലെ ആവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ അടിച്ച് വാരി റെഡി ആക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ മുളക് മരമല്ലേ, അത് ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയി കേട്ടോ. മുളകും നമ്മുടെ ചീരയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരു മുളക് ഉണ്ടായിട്ടുണ്ട്. മറ്റു മുളകൊക്കെ മരമൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടാവും ഇല്ലെന്നും അറിയില്ല. പക്ഷെ ഒന്നെന്നെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം. ഇനി അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ത്വര നമുക്കിനി നടണം കുറച്ചും കൂടെയൊക്കെ. അത് കഴിഞ്ഞ് വേഗം ഓടിപ്പോയിട്ട് മേല് കഴുകി വിളക്ക് വെച്ചു കേട്ടോ. വിളക്ക് വെക്കേണ്ട സമയമായിരുന്നു. നമുക്ക് എന്നല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നിനും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലൈവൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ടുള്ള സമയത്ത്. അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് വിശന്നില്ല. ഉച്ചയുടെ മുന്നായിട്ട് ഞാൻ വെള്ളച്ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോൾ. രാവിലത്തെ ചായ സ്കിപ്പ് അടിച്ചിട്ട് അതുകൊണ്ട് തന്നെ വയറ് നല്ലോണം നിറഞ്ഞു. നമ്മുടെ ശരീരം മൊത്തം തണുക്കില്ലേ, അതുപോലെ ആയിട്ടോ. പുറത്ത് മഴ പെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ശരീരത്തിനകത്തേക്ക് വെള്ളവും തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടണമല്ലോ. ഇടയ്ക്ക് വെള്ളച്ചോറൊക്കെ കഴിക്കാൻ അടിപൊളിയാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിളക്കൊക്കെ വെച്ചു. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് പഴംപൊരി ഉണ്ടാക്കാം. എണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ്, എന്നാലും നമ്മൾ റിച്ച് ഫാമിലി ആയതുകൊണ്ട് ഉണ്ടെന്നല്ല വിശന്നിട്ട് കിളി പോവുക. പിന്നെ അതുമല്ല, പഴംപൊരി തിന്നാൻ വേണ്ടിയിട്ട് കുറേ ആയി നമ്മൾ എണ്ണ പലഹാരം ഉണ്ടാക്കിയിട്ട് അല്ലേ. കുറേയല്ലേ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. പുറത്തുനിന്ന് ഒന്നൊക്കെ കഴിക്കും. അതല്ല നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ട് കുറേ ആയി. അപ്പോൾ ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. പഞ്ചസാര കരണ്ടിൽ തീർന്നിരുന്നു, അതൊക്കെ വാങ്ങി. അപ്പോൾ മാവ് കൂട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ഇല്ല കേട്ടോ, നമ്മൾ ഉള്ളത് വെച്ചിട്ടേ ചെയ്യുന്നുള്ളേ. ഓക്കെ പൂജോ? ഓക്കെ. മൈദ എടുത്തിട്ടുണ്ട്, കുറച്ച് മതി. മൈദ, പഞ്ചസാര പിന്നെ നല്ല മധുരം കൂട്ടുന്നുണ്ട്. എനിക്ക് എല്ലാ പൊട്ട സംഭവവും ഇപ്പോൾ വന്നു. ചായ കുടിക്കാത്ത ഞാൻ ചായ കുടിക്കുക, അങ്ങനെയൊക്കെയാണ്. ചായ കുടിയിൽ നമ്മൾ പൊട്ടാന്ന് പറയാൻ പാടില്ല. നമുക്ക് അതിനൊരു ഫാൻസിൻ്റെ ഗ്രൂപ്പായിട്ട് ചായ പൊടി ടീം. കുറച്ച് കളറിന് മഞ്ഞപ്പൊടിയുടെ പകരം കുറച്ച് കളറാ ചേർക്കണം. മഞ്ഞപ്പൊടി ആക്കിയാലും മതി കേട്ടോ. പിന്നെ എന്താ, ഞാൻ ഏലക്കായും കൂടെ പൊടിച്ചിട്ടാ. ഇതുണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. അരിപ്പൊടി ഇല്ലേ, പക്ഷെ അരിപ്പൊടി ഇല്ലടോ, എന്നാ ക്രിസ്പി ആവില്ല. അപ്പോൾ ഒരു കറുമുറു കുറവായിരിക്കും. എവിടെ ഇല്ലല്ലോ. എങ്ങനെ അരിപ്പൊടി കൊടുത്തേച്ചാൽ അവിടെ ഫേസ് പാക്കിന് പോവാ അരക്കില്ല അരിപ്പൊടിയൊക്കെ. അത് എപ്പോഴെങ്കിലും അല്ലേ. ഇന്നലെ എങ്കിലും പോയപ്പോൾ ആരോട് ചോദിച്ചു ഫേസ് പാക്ക് ഉപയോഗിക്കലുണ്ടോ. ഞാൻ പറയട്ടെ വിചാരിച്ചു, എന്നെക്കാളും കൂടുതൽ എൻ്റെ മോളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച കാലം മറന്നു. ഒരു ലേശം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് അത് കുറെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നല്ല പൂജു എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുറച്ച് തോനെയാവും. അപ്പൊ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കും. ഞാൻ പറയാം അങ്ങനെ ചെയ്യാം. എന്നോ മിക്കതോ ആകെ ഉണ്ടാക്കിയിട്ട് അത് അവിടെ ഉണ്ടെങ്കിൽ എന്തുണ്ടാക്കാറുണ്ട്. എന്താ മോളോ, അത് കാരണം കേസൂടെ മഞ്ഞപ്പൊടി തക്കാളി അങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടാട്ടോ. പക്ഷെ അത് എന്നൊന്നും വേണ്ട, എന്നൊന്നുമില്ല. അത് വെക്കേഷൻ്റെ ടൈമിൽ അങ്ങനെ ആയിരുന്നു. തേച്ചോ ഇവിടെ ഒന്ന്. എൻ്റെ മോള് പറഞ്ഞു സ്കിന്നിന് ഡാമേജ് ആവും. അതെന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയായാലും കൂടും. എന്നിട്ട് ഞാൻ അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് അത് എടുത്ത് പിന്നെ അത് കളയാൻ പറ്റൂലല്ലോ. ഒറ്റയ്ക്കോ ഒരുപാട് നല്ല ആൾക്കാരുണ്ടായിരുന്നു. പൊട്ടയായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരോടും ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇത് നല്ലോണം മാവ് ഇപ്പോൾ
ഇട്ടത് പറഞ്ഞല്ലോ വാചകടിയിൽ ഏലക്ക പൊടിച്ചതിട്ടു, പഞ്ചസാര ഇട്ടു, മൈദ, കളറ്, കുറച്ച് അപ്പസോഡ. സോഡ വേണം നിർബന്ധമൊന്നുമില്ല. പുളിച്ച മാവൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മാവും ഉണ്ടാവില്ല. ദോശമാവ് ഉണ്ടെങ്കിൽ അത് മതിയായിരുന്നു. ഞാൻ പിന്നെ കുറച്ചിട്ടു ഇടാം. പിന്നെ എന്തായിരുന്നു, അരിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ഇല്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക്. അതങ്ങനെ ഇരിക്കട്ടെ ഒരു 10-20 മിനിറ്റ്. അപ്പോഴേക്കും പൂജയ്ക്ക് പോയി നെയ്യിൽ കഴുകി ഓടി വായാം. അപ്പോൾ സുടുസുടാ പഴംപൊരി കട്ടൻ ചായ പോകും. അങ്ങനെ ചായക്ക് വേണം വയ്ക്കാം. പഴംപൊരി ആകുമ്പോഴേക്കും ചായ ആവട്ടെ കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് പഴമൊക്കെ മതി. എന്താ മുറുക്കളൊക്കെ ഇതിൽ പീച്ചുമ്പോൾ മൊത്തത്തിൽ പോകും. ഈ പഴം നമുക്ക് തലയും പാലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്യാം. എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 2 ദിവസമായിട്ട് നല്ല വെയിലും കാലാവസ്ഥയൊക്കെ സൂപ്പറാണ്. കുറച്ച് മല്ലിയും മുളകും കിട്ടുമായിരുന്നെങ്കിൽ ഉണക്കി വറുത്ത് പൊടിക്കായിരുന്നു. ഇപ്പോൾ ഒന്നും നമ്മൾ വാങ്ങില്ല, മഴ സമയത്ത് വാങ്ങുകയും ചെയ്യും. പഴംപൊരിയും ബീഫും കഴിച്ചിട്ട് എത്ര കാലായി. അതേപോലെ മറ്റേ ഇത് എന്തറിയോ, ബീഫും കപ്പയും. കപ്പ ബീഫും വിശക്കണോ അതൊക്കെ പറയുമ്പോൾ. വീട്ടിലെ മിക്കതും ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു അതൊക്കെ. ഇപ്പൊ അതൊക്കെ മറന്നു. ഇപ്പൊ ചിക്കനൊക്കെ പിടികൂടും നമ്മള്. ഇപ്പൊ ബീഫ് അങ്ങനെ വാങ്ങാറേ ഇല്ല. ബീഫ് വാങ്ങാൻ പോകാൻ വേണ്ടിട്ട് രാവിലെ ഈ മഴ കാരണം എല്ലാവർക്കും മടിയാ. എന്നാലോ തിന്നാൻ വലിയ കൊതിയാണെങ്കിൽ മെനക്കെടാർക്കും വലിയ. അതാണ് നമ്മുടെ വീട്ടിലെ മെയിൻ പ്രശ്നം. ഞാൻ നീറ്റ് ഒറ്റയ്ക്ക് പോകണ്ടേ. അതാ ഇത്രയ്ക്കുള്ള മാവില്ലെങ്കിൽ ബാക്കി ഞാൻ കഴിക്കും. ഓക്കെ, എണ്ണ ചൂടായി. ഇതങ്ങോട്ട് കളഞ്ഞിട്ട് വരാം കേട്ടോ. നമുക്ക് സുടസുടാ പഴംപൊരി ചുട്ടെടുക്കാം. അയ്യോ, ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഓർമ്മ വന്നത്. ഒരു നുള്ളു ഉപ്പിടേണ്ടത് അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ. കർമ്മയിലൊക്കെ അവിടെ അന്ന് എത്ര കിലോ പഴംപൊരി നിന്ന് ഉണ്ടാക്കും അറിയോ ഞാൻ. അയ്യോ, എൻ്റെ പഴംപൊരിക്ക് ഒരു ഫാൻസ് തന്നെ ഉണ്ടായിരുന്നു അവിടെ. ഇത് അങ്ങനത്തെ പഴംപൊരി അല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ എല്ലാ വട്ടങ്ങളും ഉണ്ടാവുമല്ലോ നമുക്ക്. എനിക്ക് ഇടാനുള്ള എള്ളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ കച്ചവടത്തിന് പോയപ്പോൾ അവിടെ പോകുമ്പോൾ ഒക്കെ അതൊരു കാലം അല്ലേ. കൂടിയേ ഉള്ളൂ എൻ്റെ കുഴമ്പയ്ക്ക്. ആ എണ്ണ കുറച്ച് കത്തൽ കൂടി. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരാളെ ബോധിപ്പിക്കാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തല ചുറ്റിയിട്ട് ഇപ്പോൾ മാവ് ആക്കിയിട്ട് ഞാൻ അവിടെ പോയി കടന്നു. ഉണ്ടാക്കി നല്ല ബി.പിയുടെ പ്രശ്നമുണ്ട്. ഒരു സുഖം കിട്ടണില്ല മൊത്തത്തിൽ. റെഡിയായി കിട്ടാൻ കാണണം. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് കയറിയോ പോയി, പിന്നെ നോക്കണ്ട. പിന്നെ വണ്ടി വിളിച്ചിട്ട് പിന്നെ തന്നെ ഇരിക്കും. വണ്ടി വിളിച്ചിട്ട് പിന്നെ ഞാൻ കേട്ടോ ഞാൻ അതുമ്പോൾ വഴിയായിട്ട് ബസ് ശരി. പക്ഷെ ബി.പിയുടെ ഇത് മാറണമെന്നുണ്ടെങ്കിൽ കാണിക്കണം. മൊത്തത്തിലൊരു സുഖം കിട്ടുന്നില്ല. ഒരു ബാച്ച് ആയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഇത്തിരി മൂത്ത് സാരല്ല, സ്വാഭാവികം. എണ്ണ കുറച്ച് മൂത്തോണ്ടേ. ഇനി അടുത്തത് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേഗം ചായ കുടിച്ചാൽ. കണകുട്ടി ഇവിടെ അല്ല കേട്ടോ. അവനൊരു ഫ്രണ്ടും കൂടെ. ഇവരിവിടെ ഒരു കല്യാണം ഉണ്ട്. ആ കല്യാണ വീട്ടുകാർക്ക് ഉണ്ടാവുമോന്നാവോ ഇത്രയും ഓട്ടപ്പാച്ചില്. ഇവർക്ക് അതിൻ്റെ മുടി വെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടും കൂടെ പോയിരിക്കാം. പിന്നെ അവൻ വരുമ്പോഴേക്കും ചായയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ കൊടുക്കും. ഞാനിങ്ങനെ നിൽക്കണുണ്ട്, വർത്താനം പറയുന്നുണ്ടെന്നുള്ളൂ കേട്ടോ. മൊത്തത്തിലൊരു വൈക്ലഭ്യം, ഒരു ക്ലഭ്യാസ്യ ഉണ്ട്. ചായ കുടിച്ചോട്ടാവോ? അപ്പൊ നമുക്ക്
ഫുഡിനൊന്നും ഉച്ചയ്ക്ക് ഞാൻ ഫുഡും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് തോന്നി ഫുഡ് കറക്റ്റ് ആവാണ്ടാവുമ്പോൾ ഉറക്കം കറക്റ്റ് ആവാണ്ടാക്കുമ്പോഴേക്ക് ബീപ്പിന്റെ പ്രശ്നം വരുന്നത്. അതെനിക്കറിയാം. പക്ഷെ പിന്നെ മീൻകറി നമുക്ക് ഇരിക്കുന്നുണ്ട്, അച്ചാറുണ്ട്, മുട്ട ഇരിക്കുന്നുണ്ട്. അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഓംലെറ്റ് അടിക്കാം അല്ലേ? മുട്ട മസാല ഓംലെറ്റാ? മസാല മുട്ട മസാല മൊത്തത്തിൽ എരിവാകുമോ? ഒന്ന് ഓംലെറ്റ് ആക്കാം. ഇപ്പോൾ അതൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. വേറെ കുറച്ച് പണികളുണ്ട്. ഡ്രസ്സുകൾ ഒരു ലേശം കൂടുതലുണ്ട് മടക്കി വെക്കാൻ. അതൊക്കെ നമുക്ക് ചെയ്യാം. ചായ കുടിച്ചിട്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ കുറച്ചധികം ദിവസമായി നമ്മൾ പൊരിക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു ചായയും കടിയൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ പൊരിക്കടി കഴിക്കാറുണ്ടെന്നല്ലാതെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കൽ ഇപ്പോൾ വല്ലപ്പോഴേ ഉള്ളൂ കേട്ടോ. ഈ ഒരു തിരക്കും കാര്യമൊക്കെ ആയിട്ട്. മറ്റേത് ഇടയ്ക്കൊക്കെ 4 മണിയൊക്കെ ആകുമ്പോൾ എണ്ണപ്പലഹാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. എപ്പോഴും അല്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ എണ്ണയ്ക്ക് റേറ്റ് കൂടിയോണ്ടും വെളിച്ചെണ്ണയ്ക്ക് റേറ്റ് കൂടിയോണ്ടും സൺഫ്ലവർ ഓയിലാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടാണ് ചെയ്യണ കൊണ്ടും ഇപ്പം നമ്മൾ വല്ലാണ്ട് ഉണ്ടാക്കാറില്ല. ഇന്നിപ്പോൾ എന്താണെന്നാവോ പഴംപൊരി കഴിക്കാൻ വേണ്ടിയിട്ടൊരു കൊതി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വല്ലപ്പോഴൊക്കെ അല്ല, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളില്ലേ കർമ്മയിൽ കച്ചവടം ഉണ്ടായിരുന്നു, നമുക്ക് ഫുഡ് ട്രക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ ഒരു മെയിൻ താരമായിരുന്നു കേട്ടോ പഴംപൊരിയും ബീഫും. ഇപ്പോഴും എനിക്ക് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അത് ഓർമ്മ വരും. നമ്മുടെ പഴംപൊരിക്ക് ഭയങ്കര ആൾക്കാരായിരുന്നു അവിടെ കേട്ടോ. പഴംപൊരിയും ബീഫിനും നല്ല കോമ്പിനേഷനാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുപാടായി നമ്മൾ ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടൊക്കെ കേട്ടോ. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ഓർമ്മയും കാര്യമൊക്കെ വരും. അപ്പോൾ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞാൽ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. എനിക്ക് പഴംപൊരി ഇല്ലേ ചൂടാറിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടം. അല്ലാണ്ട് ചൂടായിട്ട് കഴിക്കുമ്പോൾ എനിക്കത് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്തായാലും ഇപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ടൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ഞാനും പൂജിട്ടും കൂടെ ചൂടോട് കൂടിയിട്ട് തന്നെ ചായയും പഴംപൊരിയൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ച് കണ്ണൻകുട്ടിക്കുള്ള പങ്ക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പൂജിട്ടിക്ക് ഇങ്ങനത്തെ പൊരിക്ക നമുക്ക് 3 ആൾക്ക് കേട്ടോ, ഒരാൾക്ക് എന്നല്ല, പ്രത്യേകിച്ച് നമുക്ക് 3 ആൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പൊരിക്കടിയും ചായയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴൊക്കെ എന്നാലും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചായയും ഒരു പൊരിക്കടിയും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തൊരു സമാധാനക്കേടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വയറ് നിറയെ പഴംപൊരിയും ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ചധികം തുണികളും മടക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അലമാര ഒരെണ്ണേ ഉള്ളൂ. അതിനകത്ത് നമ്മുടെ 3 ആളുടെയും പുതിയ ഡ്രസ്സും കാര്യങ്ങളും ആയി കഴിഞ്ഞാൽ തന്നെ അതിൽ സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു റാക്ക് നമ്മൾ മുന്നേ കാടാമ്പുഴ ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അവിടെ നമ്മുടെ ഫുഡിൻ്റെ പരിപാടി തുടങ്ങിയപ്പോൾ സ്റ്റോർ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ റാക്കില്ല, എൻ്റെ ബാക്കിലായിരിക്കുന്നു ഡ്രസ്സുകൾ മടക്കി വെച്ചിട്ടുള്ള അങ്ങനത്തെ റാക്കുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഉപകാരമായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ കിച്ചണിൽ പാത്രം വെക്കാൻ വേണ്ടിയിട്ടും ഒന്നിങ്ങനെ ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ഇവിടുത്തെ നമ്മുടെ മണിച്ചിത്രത്താഴില്ലേ ആ റൂമില്ലേ, നാഗവല്ലിയുടെ റൂം പോലെ റൂമുണ്ട് ഇവിടെ, സ്റ്റോർ റൂം, പഴയതും എല്ലാം പാട്ടിയും പെറുക്കൊക്കെ ഇടണേ പാത്രങ്ങളൊക്കെ ആവശ്യമില്ലാത്തൊക്കെ വയ്ക്കണേ, അതിനകത്ത് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തുണികൾ ഇങ്ങനെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് സുഖമാണ്, നമുക്ക് വേഗം പോയിട്ട് എടുക്കുകയും ചെയ്യാം. ഈ ടെക്സ്റ്റൈൽസിലൊക്കെ കാണല്ലേ അതുപോലെ. ഇതിനകത്ത് നല്ലതും ചീത്തതും ഡെയിലി ഇടുന്നതും എല്ലാം ഞങ്ങളുടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരുടെ വേണ്ടിച്ചാൽ അതങ്ങോട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നും. മറ്റത് ഇങ്ങനെ ഈ ബക്കറ്റിൽ കുട്ടികളുടെയൊക്കെ ഡെയിലി യൂസിൻ്റെ ഞാൻ ബക്കറ്റിലാണ് വയ്ക്കുക. അതിങ്ങനെ എടുത്തിട്ട് വലിച്ചിടും, പിന്നെ അതുപോലെ വലിച്ചങ്ങോട്ട് വയ്ക്കും. അത്രയേ ഉള്ളൂ ഇപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അല്ലാതെ അപ്പോൾ ആളുമാലമാരെയൊന്നും പേടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അഥവാ ഇപ്പോൾ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയാലും നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് എപ്പോഴാണ് മാറേണ്ടതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതും നടക്കില്ല. അങ്ങനെ ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് രാത്രിക്ക് മാങ്ങുണ്ണാൻ വേണ്ടിയിട്ട് ഒരു ഓംലെറ്റ് അടിക്കാം. ഓക്കെ, എന്നിട്ട് അതും മീൻ കറി, പിന്നെന്താ അച്ചാർ. പൂജ മുണ്ടുമില്ല, പൂജ ഇങ്ങനെയൊക്കെ വേണം കണ്ടോണ്ടൊക്കെ വാങ്ങി മോളൂന് മനസ്സിലാവും. കണ്ടോണ്ടാണ് സംസാരിക്കുക. പുരികമോണ്ട് ഇപ്പം അരിയണം. ഓക്കെ, തരാം. ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് ഒരു തോന്നുന്നില്ല. അണക്കോ എനിക്ക് നല്ല കട്ടാണോ? ഞാനൊന്നും കഴിക്കില്ല ഇപ്പൊ. അങ്ങനെ പറയാ. ഉച്ചയ്ക്കൊന്നും കഴിക്കില്ല. ഉച്ചയ്ക്ക് കഴിക്കില്ല, അത് ശരി. പക്ഷെ വന്നാൽ കഴിക്കണം. ഉണ്ട്. എന്തൊക്കെ മുളകാണ് കേട്ടോ. ഓംലെറ്റിലെ മുളക് എല്ലാവരും എനിക്ക് തരുക. എനിക്ക് ഇടണ്ട. എന്റെ കുരുവാണ് കണ്ണിക്ക് തെറിച്ച. അന്നാൾ ദിവസം ഉണ്ടായി ഇങ്ങനെ ആയിരിക്കുമ്പോ കണ്ണിക്ക് തെറിച്ച്. എന്നിട്ട് എന്താ ചെയ്യാ അപ്പൊ? അത് കരയേണ്ടി ഇരുന്നിട്ട് കരച്ചിലാണ്. പിന്നെ കണ്ണുന്ന വെള്ളമില്ല വരിക. ഈ കത്തി ഉണ്ടല്ലോ, സീര് കത്തി, എത്ര എല്ലാവരും ബുദ്ധിയുള്ളതുകൊണ്ട് അത്രയും മൂർച്ചുണ്ട്. നാളെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്.
അതുകൊണ്ട് നേരത്തെ കാലത്ത് എൻ്റെ മക്കൾ നീക്കണം. നീട്ടി കഴിഞ്ഞിട്ട് വീഡിയോസ് എടുത്ത് ഷോർട്സ് ഒക്കെ എടുത്ത് റെഡി ആക്കിയിട്ട് വേണം. ഓക്കെ ഓക്കെ. അങ്ങനെ പറഞ്ഞത് ഞാനാണ് നേരം വീട്ടിൽ നീക്കും. അതാണ് എൻ്റെ ഒരു സമാധാനം. നീക്കാനൊക്കെ തോന്നുന്നില്ല, എന്തൊന്നാണാവോ ആ കൂടെ അങ്ങോട്ട് ഒരു ലെവലിൽ അങ്ങോട്ട് പോവാണെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ. പക്ഷെ നമ്മളെ മൈൻഡാണ് കേട്ടോ, നമ്മുടെ ശത്രു നമ്മുടെ മനസ്സാണ്. വേണ്ടാന്ന് മനസ്സ് പറഞ്ഞാൽ നമ്മളിത് ചെയ്യാതെ ചെയ്യണം. മനസ്സ് പറയണത് മനസ്സ് വേണ്ട നീക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നീക്കണം. മനസ്സുണ്ടല്ലോ ഒരു വൃത്തികെട്ട ജന്തു. ചില ദിവസമല്ലേ എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു. ചില ദിവസം വലിയ പ്ലാനിങ് ആയിരിക്കും, ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെ കിടന്നാൽ പറ്റില്ല എന്നൊക്കെ. അതൊരു കുറച്ച് നേരം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശങ്കര നീങ്ങുമ്പോൾ തന്നെ വന്ന പോലെ അതാണ് അവസ്ഥ. ഓരോന്നാക്കണില്ല കേട്ടോ, ഡബിളാക്കിയിട്ട് അങ്ങോട്ട് പകുതി ആക്കാം. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ഒക്കെ ശരിയാവും. ശരിക്കും ഓംലെറ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കില്ല ടേസ്റ്റ്. അപ്പം നമ്മൾ ഓയിലിൽ ഉണ്ടാക്കണ എല്ലാം ഒഴിക്കണം കേട്ടോ. ഒഴിക്കാണ്. കാറ്റോട് മേഘം മെല്ലെ ചൊല്ലി സ്നേഹാത്രമേകാസുകാരം. പൂജ പാട്ട് നല്ല പോലെ പാടുണ്ടോ. മായുന്ന സന്ധ്യേ മിന്നേ പുൽകേ ഈരന്നിലാവും പരാഗം നീ മൂളും പൈതലാം കാറ്റിലെ പ്രണയമായി. ചിലവർക്ക് ഇങ്ങനെ വൺ സൈഡ് ആയിരിക്കും ഇഷ്ടം, പക്ഷെ എനിക്ക് വൺ സൈഡ് ഇഷ്ടമല്ല. രണ്ട് പേറും നല്ലോണം മൂക്കണം. പിന്നെ നമ്മുടെ പൂരപ്പറമ്പിലെ ഓംലെറ്റ് ഇല്ലേ, അത് വൺ സൈഡ് അല്ലേ? അല്ലല്ല, പക്ഷെ അവരിങ്ങനെ മൂപ്പിക്കില്ല. ടേസ്റ്റ് എടുത്തിട്ട് അയ്യോ, ഞാൻ എപ്പോഴും എനിക്ക് പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചായ വന്നിട്ട് നല്ല ഇഷ്ടമാണ്. നമ്മളുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ്. പക്ഷെ ആ ചട്ടിയിൽ നമ്മൾ കറമയിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എങ്കിലും കിട്ടിയത് ആ ഒരു ചട്ടിയിലാണ്. അത് അലുമിനിയം ചട്ടീനെ മയങ്ങി വന്നിട്ടേ ഈ പാനിൽ എന്തുണ്ടാക്കിയാലും ഒരു ടേസ്റ്റ് കിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എല്ലാവരും വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചട്ടി കുട്ടിക്കലം ചീനച്ചട്ടി അതൊക്കെയാണ് നല്ലത്. പിന്നേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഓംലെറ്റ് ചൂടാറും അങ്ങനെ കഴിഞ്ഞാൽ പഴംപൊരി കഴിച്ചാണ് ഇപ്പൊ പ്രശ്നമായത്. അതാണ് ഈ എണ്ണപ്പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ചോറ് വേണ്ട, ഞാൻ മുട്ട മാത്രം കഴിക്കാം. ചോറ് കഴിച്ച കുട്ടിയെ ചോറ് രാത്രി കഴിച്ചിട്ടുണ്ടെങ്കിൽ തടി കുറയൂട്ടാ പെട്ടെന്ന്. ക്ഷണിച്ചിപ്പോ ഒരു ദിവസം ബി.പി കുറയാൻ കാരണം ഒരു ദിവസം ഒന്നും കുഴപ്പമില്ല. ഉച്ചക്കത്തെ ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ അത്. ഉണ്ടെങ്കിൽ നമുക്ക് ഓംലെറ്റിൻ്റെ ഒന്നും ആവശ്യം തന്നെ അല്ലേ. അത്രയും ടേസ്റ്റുള്ള. ഞാൻ വെള്ളച്ചോറാണ് കഴിച്ചത്. ഷോർട്സ് എത്തുന്നതാണ്. എനിക്ക് തണുത്ത ചോറ് മതി. എനിക്ക് ചൂട് ചോറ് തരാം കേട്ടോ. എനിക്ക് ചോറ് വേണ്ട കേട്ടോ. ചോറ് വേണ്ടേ? സീരിയസ് ആയിട്ട് വേണ്ട? ഒരു ലേശം കഴിച്ചോ. അന്തിപ്പക്ഷി കിടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒരു ദിവസം ഒന്നും കുഴപ്പമില്ല. ചൂടുള്ളതും രണ്ടും കൂടെ മിക്സ് ചെയ്യാല്ലേ. ഒരു ദിവസം കുഴപ്പമില്ലാത്തതിന് പിന്നെ ചെയ്യില്ല. ഞാനും ഇങ്ങനെ ഒരു നേരം കാലമില്ലാത്തത് ഇതായി കണ്ണൻകുട്ടിക്ക്. ഞാൻ വിചാരിച്ചു വേണ്ട വരും എന്ന്. ഇങ്ങനെ വേണ്ടിവരുമെന്ന്. ഫുഡ് കഴിക്കുക, പാത്രം കഴുകുക, കിടക്കുക. ഇനി ആണെങ്കിൽ ഉറക്കം കിട്ടണമെങ്കിൽ
ഇനി ഏതൊക്കെ ദൈവങ്ങളെ വിളിക്കണം എനിക്കറിയില്ല. അപ്പം ഒക്കെ നമ്മളൊരു ശീലമാണ്. ഒരു കറിയത്തിൽ ഒഴിക്കട്ടെ എല്ലാവർക്കും. എൻ്റെ മക്കളെ എന്താ കറി? ചമ്മന്തിക്ക് ഞാൻ പൂജയ്ക്ക് ചോറ് വേണ്ട അത്ര കേട്ടോ. ആ എണ്ണ പലഹാരം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് വലിയ ആവശ്യമൊന്നും, ആൾക്ക് എന്നല്ല ആർക്കും വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് പേടി, ഈ തലചുറ്റലില്ലേ മാറണില്ല കേട്ടോ. ഒരു 3-4 ദിവസമായിട്ട് ഇതിൻ്റെ കൂടപ്പിറപ്പ് പോലെ ഉണ്ട്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടപ്പിറപ്പ് പോലെ ഉള്ളത്. അപ്പോൾ കുറച്ചൊരു ഭേദം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമതും ഇങ്ങനെ ഇളകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ലെവലാക്കണമെങ്കിൽ നമ്മൾ ഫുഡും ഉറക്കവും കാര്യങ്ങളൊക്കെ റെഡി ആവണം. കൂട്ടത്തിൽ ടെൻഷനും ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കഴിവും വേണം. എന്തായാലും ആ കഴിവ് എനിക്കില്ലാത്തതുകൊണ്ട് നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ് കൂടെ വെച്ച് നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.